മോനെ കൊറേ നേരമായല്ലോ തുടച്ച് കുളിപ്പിച്ച് കുട്ടില്ലാതാക്കോ വണ്ടിനെ. വണ്ടി ആവുമ്പോഴേ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. നമ്മളെ വണ്ടി ആര് കണ്ടാലും പെർമാനി പോലെ നിൽക്കണം. അങ്ങനൊക്കെ തന്നെ വേണ്ടത്. എല്ലാ ഇതൊരു ബിസിനസ് തുടങ്ങുന്ന അറിയുന്നു. അത് എന്തായി ഇപ്പോ? ഞാൻ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞതേ ഇപ്പൊ നമ്മളെ നാട്ടിൽ നല്ല സ്കോപ്പുള്ള സംഭവമാണ്. ഒരു ക്ലിനിക്കും ഒരു ലാബും ഒരു ഫാർമസി. എന്നിട്ട് നമ്മളിപ്പോ ഈ ബിസിനസ്സിക്ക് കുറച്ച് പൈസ അങ്ങോട്ട് ഇറക്കിയാൽ ഒരു 1.5 കൊല്ലം കൊണ്ട് നമുക്ക് അതിന് ഡബിൾ പൈസ ഉണ്ടാക്കും. മോനെ സമ്പാദിച്ച് പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെയാണ്. പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ല പണി അതൊക്കെ തന്നെയാണ്. എന്നാ പിന്നെ നമുക്ക് കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. എത്രയും പെട്ടെന്നായിക്കേ പരിപാടിക്ക് നമുക്ക് ഇറങ്ങും. ഇറങ്ങണതിന് മുന്നേ നമുക്കൊന്ന് ആലോചിക്കാണ്ടിട്ടോ മോനെ. ഈ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഇനി എന്തിനാണ് വാപ്പ ആലോചിക്കാൻ? മോനെ ബിസിനസ് ആവുമ്പോ കുറെ ഉയർച്ചയും കുറെ താഴ്ചയൊക്കെ ഉണ്ടാവും. നാളെ പിറ്റേന്ന് നമ്മളെ ബിസിനസ് ചിലപ്പോൾ മോശമായി വന്നാല് അന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറയല്ല. നമ്മള് പടച്ചോനോട് പ്രാർത്ഥിക്കും, പടച്ചോനെ എന്റെ ബിസിനസ് ഒന്ന് ഉയർത്തി കാട്ടുന്ന്. അപ്പോഴും നമ്മളെന്താ ചിന്തിക്കണ്, ജനങ്ങൾക്ക് അസുഖം വരട്ടെ, ബിസിനസ് കൂടട്ടെ എന്ന്. അങ്ങനെ ചിന്താഗതി പാടുണ്ടോ? അത് പിന്നെ ഞാനേ അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. ഈ ദുനിയാവിൽ എന്തെല്ലാം ബിസിനസ് ഉണ്ട്, നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചൂടെ? ഇപ്പോൾ മെഡിക്കൽ സ്റ്റോർ ആയാലും വേണില്ല, ക്ലിനിക്ക് ആയാലും വേണില്ല, ഹോസ്പിറ്റൽ ആയില്ല, ഇപ്പൊ ഒക്കെ ഒരു പരസ്പരം ഒരു മത്സരമാണ്. ജനങ്ങളുടെ അസുഖം മാറിയാലും വേണ്ടില്ല, മാറിയാലും വേണ്ടില്ല, ഇതൊക്കെ എല്ലാവരും ഒരു ബിസിനസ്സായി മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനേ നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് ബോധ്യമായത്. ഞമ്മക്ക് ഈ ഉദ്ദേശിച്ച പരിപാടി നടത്തില്ല. അതിമന്ന് കിട്ടുന്ന ലാഭം എത്ര ആയിക്കോട്ടെ, അത് നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ട മോനെ.